എന്റെ പൊന്നു ദൈവമേ, ഈ രാത്രി 11:58 ഫുഡ് കഴിക്കുന്ന ശരിയായിരിക്കാം, പക്ഷേ ഈ പരുവത്തില് കഴിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇതെന്താന്ന് വലിയ മനസ്സിലായോ? എന്തോ എന്തിനെന്തോ. ഇത് തേങ്ങാച്ചോറാണ്. പക്ഷെ ഞാൻ എന്താണ് മനസ്സിലായെന്ന് ചോദിച്ചെന്നറിയോ? ദേ നോക്ക്, കൂട്ടിക്കഴിച്ച അവിയല് പരുവത്തില് തല ഏതാ വാല ഏതാന്ന് അറിയാൻ പറ്റുമോ? അതുകൊണ്ടാണ്. അപ്പൊ ഇത് തേങ്ങാച്ചോറ്, അതെല്ലാവർക്കും അറിയാം. അപ്പൊ ഞങ്ങളിപ്പോ ഇപ്പം പുറത്ത് പോയിട്ട് വന്നാട്ടോ. അപ്പൊ ഞാൻ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഒരു തേങ്ങാച്ചോറ് അവിടെ എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തേങ്ങാച്ചോറ്, തിക്കിടി, പിന്നെ എന്തോ പൊറോട്ട, അങ്ങനെ 2 സാധനങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എനിക്ക് തേങ്ങാച്ചോറ് ഇഷ്ടമാണ്. അപ്പൊ ഒരെണ്ണം വാങ്ങിച്ചു. അപ്പൊ അനുജന് ഞാനും കൂടെ, അവന് ഫുള്ള് വേണ്ട. അപ്പൊ ഞങ്ങള് പപ്പാതി കഴിക്കാന്ന് വിചാരിച്ചിട്ട്, അപ്പൊ ഞാൻ ദേ ഇപ്പോഴാണ് കഴിക്കുന്നത്. ഇപ്പൊ ഒരു 10 മിനിറ്റ് ആയുള്ളൂ വീട്ടിൽ വന്നിട്ട്. അപ്പൊ സാധാരണ തേങ്ങാച്ചോറിന്റെ കൂടെ ബീഫ് കറിയാണ്. ബീഫ് കറി തീർന്നു പോയാച്ച്. വേറൊന്നുമില്ല, ബീഫ് ഫ്രൈഡ്, പിന്നെന്താ പോട്ടി, ചിക്കൻ ഫ്രൈഡ് ഒക്കെ ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമുക്ക് തേങ്ങാച്ചോറിനൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബീഫ് കറിയാണ്. ബീഫ് കറി ഇല്ലാത്തതുകൊണ്ട് ബീഫ് ഫ്രൈ വാങ്ങിച്ചു. പിന്നെ ദേ അച്ചാറ്, പിന്നെ പരിപ്പ് കറി, ബീഫിന്റെ ചാറും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് മേടിച്ചു വെച്ചിട്ട് കുറച്ച് നേരം ആയിട്ടോ. അപ്പം വളിച്ചോന്ന് അറിയത്തില്ല, ഇങ്ങനെ കഴിക്കുന്നതൊന്നും തോന്നല്ലേ. ചാറ് ഒഴിച്ചു വെച്ചിട്ട് കൂടിപ്പോയി. അപ്പൊ ദേ ഞാൻ കഴിക്കുവാണേ. വളിച്ചു പോയോ എന്ന് ദൈവത്തിനറിയാം. നോക്കട്ടെ. ഇപ്പൊ ചേർത്താനേ ഒരു വാഴയിലയുടെ ടേസ്റ്റ് ഉണ്ടോന്ന് സംശയം. വാഴയില വാട്ടേന്റെ എന്താ ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ഉണ്ടാകുമ്പോ നമുക്ക് തരാറുണ്ട്. അപ്പൊ ഒരു ക്യാബേജ് തോരനൊക്കെ ഉണ്ടാവും, കല്യാണത്തിന് ഒരു തോരൻ ഉണ്ടാവും. അതിന് കച്ചമ്പറന്ന് അതിന് പറയുന്നത്. ഇപ്പൊ പക്ഷെ സവാള മാത്രമൊന്നും. അപ്പൊ ഒന്നും പറയല്ലേ, സോറി. രാത്രി 11:58, 12 മണി ഇപ്പാവും. ഇപ്പാവും. അപ്പൊ തേങ്ങാച്ചോറ് കഴിക്കുന്ന ഞാൻ എന്ത് തോന്നുന്നു? ചീത്ത പറയാൻ തോന്നില്ലേ? അപ്പൊ കഴിക്കട്ടെ. സംഗതി സംഭവം കൊള്ളാം, കളിച്ചിട്ടൊന്നുമില്ല, അടിപൊളിയാണ്. അപ്പൊ അതോടെ നമ്മുടെ ചാനല് വെരി സോറി, ഇപ്പൊ തൊണ്ട ഇപ്പൊ ചത്തനെ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമന്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അപ്പൊ ശരി.